أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد وشر الأمور محدثاتها وكل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. മഹാന്മാരായ പണ്ഡിതന്മാരെ, കോഴിക്കോട്ടെ എല്ലാവിധ ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട മാനു സാഹിബ് പരീക്കുട്ടിയാജി, ബഹുമാനപ്പെട്ട പിതൃതുല്യമായി ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി യത്നിക്കുകയും സാരോപദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട മുക്കം മൊയ്മോനാജി, സുലൈമാൻ മുസ്ലിയാർ, മറ്റുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, വളരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി ഈ പ്രബോധന സദസ്സിലെത്തിച്ചേർന്ന മാന്യ ശ്രോതാക്കളെ, ദീനിൻ്റെ കാവലുകളും പ്രതീക്ഷകളുമായ ബഹുമാനമുള്ള യുവാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, സ്വാലിഹായ മക്കളെയും സ്വാലിഹത്തായ ഭാര്യയും സന്തോഷവും റാഹത്തും സർവോപരി വിജയവും നരകത്തിൽ സ്പർശിക്കാതെയുള്ള സ്വർഗവും മഹ്ശറയിലെ ദാഹം തീരലും എല്ലാം അള്ളാഹു അദ്ദേഹത്തിന് നൽകട്ടെ. സംസമിനെ ബഹുമാനിച്ചവർക്ക് മഹ്ശറയിൽ ദാഹം തീർന്നു പോകും എന്നാണ്. അള്ളാഹു തആല ദാഹം തീർത്തു തരുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ദാഹവും അള്ളാഹു തആല തീർത്തു കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് ആദ്യമായിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എന്നും ഇങ്ങനെ പ്രാർത്ഥനയാണെന്ന് വിചാരിക്കരുത്. ഇന്ന് അവസാനത്തെ പറ്റാണ്. പിന്നെ കുറേ ആളുകളുടെയൊക്കെ മനസ്സിൻ്റെ ഒരു ആഗ്രഹവുമാണല്ലോ. അതാണല്ലോ, വേറൊരാൾക്ക് വേണ്ടി നമ്മളൊരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ വാക്ക് അള്ളാഹു പറയാതെ തന്നെ സ്വീകരിക്കും എന്നാണല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷമത്തിൻ്റെ നടുക്കയത്തിലുള്ള ആയിരക്കണക്കായ ആളുകളുള്ള ഒരു സദസ്സാണിത്. അള്ളാഹു തആല എല്ലാവരെയും വിഷമം തീർത്ത് കൊടുക്കട്ടെ. ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാണ്. സമയം പരമാവധി ഈ വിഷയം ഇന്ന് തന്നെ അവസാനിപ്പിക്കും. കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് പറയാം. നാളത്തെ വിഷയം അതിപ്രധാനമായതുകൊണ്ട് ഒഴിവാക്കരുത് എന്ന് ചില ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നാളെ അസ്മാ തുൽസമാത്ത്, ആത്മീയ ചികിത്സ, തെറ്റും ശരിയും, നല്ലവരും കള്ളന്മാരും എന്നതൊക്കെയാണ് നാളത്തെ വിഷയം. ആത്മീയ ചികിത്സയാണ് വിഷയം. അതുകൊണ്ട് അസ്മാ ഒക്കെയാണ് വിഷയം. അസ്മാവിൻ്റെ പേരിൽ നന്മയുണ്ട്, തിന്മയുണ്ട്. അപ്പോൾ അതൊന്ന് പറയൽ കഴിഞ്ഞ പ്രാവശ്യം പകുതിമ നിർത്തിയതാണ്. അതൊന്ന് പറയണമെന്ന് വീണ്ടും ബന്ധപ്പെട്ടവർ പറഞ്ഞതുകൊണ്ട്, എന്നാൽ നന്മയുമാണ്, എന്നാൽ പലപ്പോഴും അത് തിന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാണ്. അപ്പോൾ അത് രണ്ടും നെല്ലും പതിനൊന്ന് വേർതിരിച്ച് പറയണം എന്ന് ബന്ധപ്പെട്ട പല ആളുകളും ഫോൺ ചെയ്തുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും. പിന്നീടും സൗകര്യത്തിൽ പറയും. ചിന്തിക്കണം. സംസം അനുഗ്രഹത്തിൻ്റെ പുണ്യതീർത്ഥം എന്നതാണ് ഇന്നത്തെ വിഷയം. വിശ്വാസമുള്ളവർക്ക് ഈ വിഷയം ഉപകരിക്കുള്ളൂ. നിയമം എല്ലാവർക്കും ഉപകരിക്കും. നിയമം പഠനമാണ്. നിയമം എല്ലാവർക്കും ഉപകരിക്കും. സംസം ഉപകരിക്കണമെങ്കിൽ ഖൽബിൽ ഈമാൻ ഉണ്ടാവും. അല്ലെങ്കിൽ എന്തിനെ ദിവസം കളഞ്ഞു എന്ന് തോന്നിപ്പോകും. കാരണം ഇതൊക്കെ തന്നെ അന്ധവിശ്വാസമാണെന്ന് വരെ തോന്നുന്ന വിഷയങ്ങളാണ് ഇന്ന് ഏകദേശം ഞാൻ പറയാം. ചില സ്വയം ബുദ്ധിജീവി ചമയുന്ന ആളുകൾക്കൊക്കെ ഇത് അന്ധവിശ്വാസമാണെന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് ഖൽബിൽ ഇന്നൊരു മെയ്യാറാണ്. എനിക്ക് ഈമാൻ ഉണ്ടോ അല്ലേ എന്നുള്ളതിനൊരു മെയ്യാർ, ഒരു അച്ചുതണ്ടാണ് ഇന്നത്തെ വിഷയം. അത് പിന്നീട് പറയുന്നുണ്ട്. ഹദീസ് കൊണ്ട് തന്നെ ഞാനത് കാണിക്കുകയും ചെയ്യും. സംസമിനെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സയ്യിദ്നാ ഇബ്രാഹിമിനെ മനസ്സിലാക്കണം അലൈഹിസ്സലാം. അവിടെ നിങ്ങോട്ട് പോയി ഇബ്രാഹിമിന് ഇസ്മായിലിന് കിട്ടിയതാണെങ്കിലും അലൈഹിസ്സലാം അത് ഇബ്രാഹിമിന് കിട്ടിയതാണ് അലൈഹിസ്സലാം. അല്ലെങ്കിലും ഇസ്മായിൽ എന്നത് ഇബ്രാഹിം തന്നെയാണല്ലോ അലൈഹിസ്സലാം. അങ്ങനെയാണ് കൂടെ കൊണ്ടിടക്കല്ലേ ചെയ്തത് രണ്ട് കുട്ടികളെ. അങ്ങനെയല്ലേ ലോകത്തിന് എങ്ങനത്തെ രണ്ട് മക്കളെയാണ് കൊടുത്തത്. ചില വാക്കുകൾ പറഞ്ഞാൽ കിട്ടൂല. കാരണം അത്ര മനസ്സിലുണ്ടാവുമ്പോൾ അങ്ങോട്ട് പറയാൻ കിട്ടും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. എൻ്റെ റബ്ബേ, അല്ലാഹുവിൻ്റെ വചനങ്ങളിൽ എനിക്ക് ആ സൗന്ദര്യം തീരാതെ തോന്നിയ ആയത്തുകളിൽ ഒന്ന് ഈ ആയത്താണ്. ഭാഷയൊക്കെ അങ്ങോട്ട് ആയത്തോ അങ്ങോട്ട് ചാവട്ടി അങ്ങോട്ട് പൊട്ടിച്ചിരിക്കാം. ഭാഷയൊക്കെ മറികടക്കാം വചനം. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ എന്ന് പറഞ്ഞു. ഭാഷയ്ക്ക് അപ്പോൾ ഭാഷയൊന്നും ആശയത്തിന് അങ്ങോട്ട് ഒതുക്കണില്ല. ഭാഷയും കടന്നിട്ട് ആശയം പുറത്തേക്ക് കൂടി ചാടുക. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ അങ്ങനെയാ പറഞ്ഞു. ഭയങ്കര വാക്ക. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. ഭാഷ മറികടം. ഭാഷയിൽ അങ്ങനെ പറഞ്ഞുകൂടാ. എന്തുകൊണ്ട്? ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. ഇബ്രാഹിം ഒരു സമൂഹമായിരുന്നു. ഒരു വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും ഒരു സമൂഹം എന്ന് പറയാൻ പാടില്ല. ഭാഷയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് പുറത്തൊക്കെ അങ്ങോട്ട് ചാടി. ഭാഷയിൽ ഒതുങ്ങണില്ല. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇല ലിസാനു അലൽ ഫുആദി ദലീലാ. ആശയം അറിയിക്കാനുള്ള കവചങ്ങൾ മാത്രമാണ് ഭാഷ. ചിലപ്പോൾ ഭാഷയ്ക്ക് പുറന്തോടുണ്ടല്ലോ. റൂഹും അങ്ങനെയല്ലേ. കവചത്തിന്റെ ഉള്ളിലാകുമ്പോൾ റോഹിന് പരിധിയുണ്ട്. കവചത്തിന്റെ പുറത്തേക്ക് ചാടിയാൽ റോഹിന് പരിധി. അതുകൊണ്ടാണ് അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണെന്ന് മുഹമ്മദ് നബി. എന്തൊരു ഹദീസാണ്. സ്വഹീഹുൽ ബുഖാരി. സത്യവിശ്വാസിയുടെ ജയിലാണ് ദുനിയാവ്. ശരി, അപ്പൊ സത്യവിശ്വാസിയെ എന്നാ ജയിലിൽ നിന്ന് വിടുന്നത്? നീ ചിന്തിക്കാൻ, ഇനി നമുക്ക് ബുദ്ധിയുണ്ടല്ലോ. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ജയിലാകുന്നു ദുനിയാവ്. എന്നാ ജയിലിൽ നിന്ന് വിടുന്നത്? എന്താ നിങ്ങൾ ഉറങ്ങണ? എന്നാ ദുനിയാവൊന്ന് പോകുമ്പോ ഒരിക്കും. അതിന് മനസ്സിലാവുന്നത് സത്യവിശ്വാസിക്ക് ദുനിയാവിനേക്കാൾ ആഖിറത്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. മരിച്ചാൽ സ്വാതന്ത്ര്യം കൂടുമെന്നാണ്. അത് മനസ്സിലാക്കാൻ തലച്ചോറിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടായാൽ മതി. തലച്ചോറിൽ വെള്ളം പറ്റിയവർക്ക് അത് മനസ്സിലാവില്ല. മരിച്ചാൽ മുഅ്മിന് സ്വാതന്ത്ര്യം കൂടും. അതുകൊണ്ടാണ് ഇസ്രാഇന്റെ രാത്രിയിൽ സുർതു മൂസ റഅയ്തു യുസല്ലി ഫീ ഖബരിഹി. ഞാൻ ജിബ്രീലിനോട് കൂടെ പോയപ്പോൾ ഒരു മണൽക്കുന്ന് കണ്ട് അവിടെ ഇറങ്ങി അലൈഹിസ്സലാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഇവിടെയാണ് മൂസ നബിയുടെ ഖബർ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു. ഇത് ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തിയതാണ്, ലാക്കടയല്ല. അവിടെ ഇറങ്ങി. അവിടെ ചെന്ന് നോക്കുമ്പോൾ റഅയ്തു മൂസ യുസല്ലി ഫീ ഖബരിഹി. മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുകയായിരുന്നു. ഖബറിൽ നിസ്കരിക്കാം. പിന്നെ ഞങ്ങൾ ബുറാഖന്റെ പുറത്തെ മുഖദ്ദസിൽ ചെന്നു. അപ്പോൾ മൂസ നബി അവിടെയുമുണ്ട് എന്ന് മുഹമ്മദ് നബി. പിന്നെ ഞങ്ങൾ ആകാശത്തേക്ക് കയറി. 6ാമത്തെ ആകാശത്തെ കയറിയപ്പോൾ അവിടെ നിന്ന് വാതിൽ തുറന്ന് സ്വാഗതം പറഞ്ഞത് ഫഇദാ ഹുവ ബി മൂസ എന്ന് സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തിയാണ്. അതിനേക്കാൾ വല്ലാതെ വലിയതാവണ്ട, എൻ്റെ പരിധിയിൽ ഒതുങ്ങിയാൽ മതി. ഒരാൾ എത്ര വലിയതായാലും ഇമാം ബുഖാരിയുടെ ചോട്ടിലേ ആവുകയുള്ളൂ. അങ്ങോട്ട് തന്നെ ആവില്ല. അതിൻ്റെ താഴെയെങ്കിലും അള്ളാഹു നമ്മളെ നിർത്തി തരട്ടെ. ചിന്തിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ചട്ടക്കൂടുകളിൽ നിന്നൊക്കെ പുറത്തു ചാടുക. ഇത് ഭാഷയിൽ നിന്ന് പുറത്തു ചാടുകയാണ്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകുൻ മിനൽ മുശ്രികീൻ
شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين. സൂറത്ത് നഹ്ലിന്റെ 120, 121, 122 വചനം ശ്രദ്ധിക്കുക. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ, ഇബ്രാഹിം തനിയെ ഒരു സമൂഹമായിരുന്നു. അതായത് ലക്ഷക്കണക്കായ മനുഷ്യർ ഉൾക്കൊള്ളുന്നതാണല്ലോ എൻ്റെ ഒരു സമൂഹം. ലക്ഷക്കണക്കായ ജനങ്ങൾക്ക് ചെയ്യാനാവാത്തത് തനിയെ ചെയ്തവനായിരുന്നു മഹാനായ സയ്യിദ്നാ ഇബ്രാഹിം. ഓർക്കം കൊണ്ട് പറഞ്ഞേ, സയ്യിദ്നാ ഇബ്രാഹിം വളരെ വലിയ കാര്യം. ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഇബ്രാഹിമിനെ പോലെ ആകാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ഒരു വാക്ക് ഇടയിൽ വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം. നിങ്ങളെ ഉപ്പയെ പോലെ നിങ്ങളാകണം എന്നവർ. മാനവകുലത്തിന് സംസ്കാരത്തിന്റെ രണ്ടാമത്തെ പിതാവാണ് മഹാനായ ഇബ്രാഹിം, സയ്യിദുനാ ഇബ്രാഹിം. രണ്ടാമത്തെ ഒരു പിതാവ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. നോക്കൂ, ലക്ഷക്കണക്കായ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ചിലപ്പോ ഒരു മനുഷ്യൻ ചെയ്യും. അയാളാണ് റജുൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ പറയൂ, തൗഫീഖ് ചെയ്യട്ടെ. എനിക്കങ്ങനെ തൗഫീഖ് ഉണ്ടാവില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. അള്ളാഹു വിചാരിച്ചാൽ, കണ്ടില്ലേ, ഇന്നലെ കണ്ടില്ലേ 2 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ സാധുവായ ഒരു മനുഷ്യൻ ഓടിച്ച കഥ ഇല്ല. ഇന്നലെയല്ലേ പറഞ്ഞത് ഇല്ല. ഫഹസമൂഹും ബിഇദ്നില്ലാഹ് വഖതല ദാവൂദു ജാലൂത്ത്. അങ്ങനെയല്ലേ പറഞ്ഞു. ഞാൻ വിശദീകരിക്കും. അതുകൊണ്ട് ആവണം ടാസ്മ ചെയ്യുക. അവനെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വീട്, കുട്ടികള്, സുഖം, സൗകര്യം എന്നൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. ഒഴിവാക്കിയത് കൊണ്ടല്ലേ ഇബ്രാഹിമിന്റെ കാലല്ലാഹു പിടിച്ചു വെച്ചത്. ലോകത്ത് എത്ര ആൾ നടന്നുപോയി, ഇബ്രാഹിമിന്റെ കാല് പിടിച്ചു വെച്ചു കഅബയുടെ മുറ്റത്ത്. ഇല്ലേ, ബുദ്ധിയില്ലേ, ചിന്തല്ലേ. وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى. അങ്ങനെ ഇബ്രാഹിമിന്റെ കാലിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ നമസ്കരിക്കണമെന്ന് പറഞ്ഞു അലൈഹിസ്സലാം. എന്റെ അല്ലാഹുവിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചാരണത്തിന് വേണ്ടി വാഹനമില്ലാതെ 10,000-ലേറെ കിലോമീറ്റർ നടന്നുപോയ കാലാകുന്നു അത്. ആ കാലൊരു പ്രതീകമാണ്. അല്ലാഹുവേ പടച്ചോനെ, അതൊക്കെ ഒന്ന് പോയി ഇനിയും കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താ ആ കാല് കാണണം. ആ കാല് തൊട്ടുമുത്തൽ സുന്നത്തില്ല, കാണൽ സുന്നത്താകുന്നു. തൊട്ടുമുത്തലല്ല സുന്നത്ത്, കാണല. ആ കാല് കാണണം. അതിൽ ഇബ്റത്തുണ്ട്. അതിൽ ബുദ്ധിയുള്ളവര് അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഇല്ലേ അതല്ലേ 7 പ്രാവശ്യം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്നിങ്ങനെ പറഞ്ഞിട്ട് 7 തവണ തവാഫ് പൂർത്തിയായാൽ പിന്നെ ചെയ്യേണ്ടത് വത്തഖിറൂഹു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചോട്ടിൽ വന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതണം. അത് ശിർക്കിനെതിരാണ്. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. അത് തൗഹീദുമാണ്. കാരണം ശിർക്കിനെതിരെയും തൗഹീദിന് വേണ്ടിയും 10,000-കണക്കായ കിലോമീറ്റർ നടക്കന്നെയായിരുന്നു. ഇറാഖിൽ ബസറയുടെയും പിന്നിലുള്ള ഉർ എന്ന ഗ്രാമത്തിലാണ് ഇബ്രാഹിം നബി ജനിച്ചത്. പിന്നെ പോവുമായിരുന്നു. പിന്നെ ബസറ കടന്നു, പിന്നെ കർബല കടന്നു, പിന്നെ യൂഫ്രട്ടീസ് കടന്നു, പിന്നെ ടൈഗ്രീസ് കടന്നു, പിന്നെ ഹറാനിലേക്ക് പോകുന്ന മനുഷ്യ സിവിലൈസേഷനിൽ മുഴുവനും, അഗരീകതകളിൽ മുഴുവനും തൗഹീദിന്റെ വെളിച്ചമുണ്ടാക്കി. എവിടെയും വെളിച്ചമുണ്ടാക്കിയിട്ട് നിൽക്കുന്നില്ല, പോയി ഒന്നും.
പിന്നെ അങ്ങനെ ഹർറാനിലേക്ക് പോയി. ഹർറാനിൽ ഇറാഖിലേക്ക് വേണ്ട എല്ലാവിധ വിദീപ്തമായ വെളിച്ചത്തിന്റെയും ശൂണിമയാർന്ന ഇസ്ലാമിക പ്രഫുല്ല സംസ്കാരമുണ്ടാക്കി അവിടെ നിന്ന് ജോർദാനിലേക്ക് പോയി. ജോർദാനിൽ സ്വന്തം കുടുംബക്കാരനും ചാർച്ചക്കാരനുമായ ലൂത്ത് നബിയെ നിശ്ചയിച്ചു. ലൂത്ത് നബി അതുകൊണ്ടാണ് ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ വന്നപ്പോൾ ഇബ്രാഹിം നബിയോട് സമ്മതം ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ وَلَقَدْ جَاءَتْ رُسُلُنَا إِبْرَاهِيمَ بِالْبُشْرَى قَالُوا سَلَامًا قَالَ سَلَامٌ فَمَا لَبِثَ أَنْ جَاءَ بِعِجْلٍ حَنِيذٍ فَلَمَّا رَأَى أَيْدِيَهُمْ لَا تَصِلُ إِلَيْهِ نَكِرَهُمْ وَأَوْجَسَ مِنْهُمْ خِيفَةً قَالُوا لَا تَخَفْ إِنَّا أُرْسِلْنَا إِلَى قَوْمِ لُوطٍ സൂറത്ത് ഹൂദിൽ പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് അതിഥികളായ ഒരു സംഘം ചെറുപ്പക്കാർ കയറി വന്നപ്പോൾ ഇബ്രാഹിം നബി എന്ത് ചെയ്തു? തന്റെ വീട്ടിലൊരു മൂരിക്കുട്ടൻ ഉണ്ടായിരുന്നു. ആ മൂരിക്കുട്ടനെ അറുത്തിട്ട് ചുട്ടിട്ട് ഭക്ഷണമാക്കി കൊടുത്തു. ഭക്ഷണം കൊണ്ടുവച്ചപ്പോഴാകട്ടെ ഭക്ഷണത്തിലേക്ക് കൈ പോണില്ല. മലക്കുകളല്ലേ, അവരെങ്ങനെ ഭക്ഷണം കഴിക്കും? പേടിയായി. ഈ രണ്ട് പാർട്ടിയാണ് പഠിച്ചോനെ. അവര് പറഞ്ഞു, പേടിക്കണ്ട, ലൂത്തിന്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അയച്ചതാണ് ഞങ്ങളെ എന്ന് പറഞ്ഞു അലൈഹിസ്സലാം. മനസ്സിലാവുന്നില്ലേ? എന്തുകൊണ്ട്? ജോർദാനിൽ ചാവുകടൽ അറിയില്ലേ? ജോർദാനിലാണ് ആ പ്രദേശം. ചാവുകടലിൽ ഈ പ്രദേശത്ത് ലൂത്ത് നബിയെ നിശ്ചയിക്കാനുള്ള പ്രധാന കാരണം സയ്യിദുന ഇബ്രാഹിം. അവിടെ നിന്ന് പോയി നേരെ ഫലസ്തീനിലേക്ക് പോയി. ഫലസ്തീനിൽ അദ്ദേഹത്തിന് 3 സ്ഥലത്ത് മർക്കസുകളുണ്ട്. ബിർ ശുബൈലുണ്ട്, ഇബ്രൂനിലുണ്ട്, ബിറുൽ ഐനിലുണ്ട്, ബൈത്ത് ശുബൈലുണ്ട്, ഇബ്രൂനിലുണ്ട്. 3 സ്ഥലങ്ങളിലുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രം ഇബ്രൂനായിരുന്നു. ഇബ്രൂനിലാണ് ഇബ്രാഹിം നബിയുടെ ഖബറുള്ളത്. കാരണം അവിടെയായിരുന്നു തനിക്ക് എക്കാലത്തെയും തുണയായ സാറ റളിയല്ലാഹു അൻഹ. അവിടെയാണ് ഇബ്രാഹിം നബിയുടെ ഖബർ. എല്ലാവർക്കും 2 മഖാമുകളുണ്ട്. ഒരു മഖാമേ ഉള്ളൂ. ഇബ്രാഹിം നബിക്ക് 2 മഖാമാണ്. ഒന്ന് ഒരു മകന്റെ അടുത്തും, ഒന്ന് ഒരു മകന്റെ അടുത്തും. അവിടെയാണ് ഇസ്ഹാഖ് മറവിട്ട് കിടക്കുന്നത്. അവിടെയാണ് സാറ റളിയല്ലാഹു അൻഹ. മനസ്സിലാവണില്ല നിങ്ങൾക്ക്? അവിടെ നിന്നും പോയി ഈജിപ്തിൽ പോയി, ഡമസ്കസിലേക്ക് പോയി, പിന്നെ നേരെ കയറി മക്കയിൽ വന്നു. തിരിച്ചങ്ങോട്ട് അങ്ങനെ പോവൻ യാത്രക്കാരനാണ്. അതുകൊണ്ട് ഇബ്രാഹിം മുസല്ല, ആ കാൽപ്പാരത്തെ നോക്കി നിങ്ങൾ, ആ കാൽപ്പാരത്തിന്റെ പിന്നിൽ നിങ്ങൾ നമസ്കരിക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു. ഞാൻ വിശദീകരിക്കണില്ല. അതാണ് സയ്യിദുന ഇബ്രാഹിം. നമുക്കൊക്കെ അതൊരു പാഠാണ്, വലിയ പാഠം. അങ്ങനെ ഭയങ്കര സേവനം ചെയ്തു സയ്യിദുന ഇബ്രാഹിം. അങ്ങോട്ട് പറയും സയ്യിദുന ഇബ്രാഹിം വലിയ സേവനാജി. ഞാൻ വിശദീകരിക്കണില്ല. പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങൾ, ഒന്ന് ഇബ്രോനിലും ഒന്ന് മക്കയിൽ. ഇബ്രോനിൽ സാറാ ബീവിയും ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം, മക്കയിൽ ഹജറ ബീവിയും ഇസ്മായിൽ. ഹിജ്ർ ഇസ്മായിലിന്റെ ചുവട്ടിലാണ് ഹാജറ ബീവിയുടെയും ഇസ്മായിൽ നബിയുടെയും ഖബർ എന്നാണ് പ്രധാന അഭിപ്രായം. ശ്രദ്ധിച്ചോ? നിങ്ങൾ മനസ്സിലായി? ഹിജ്ർ ഇസ്മായിലിന്റെ ആ കെട്ടുണ്ടല്ലോ, ആ കെട്ടിന്റെ ഉള്ളിൽ താഴെയാണ്, അതിന്റെ ഉള്ളിലാണ് പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. അങ്ങനെയാണ്, ആ കെട്ടിന്റെ ഉള്ളിലാണ് ഹാജറ ബീവിയും കിടക്കുന്നത്, സയ്യിദുന ഇസ്മായിൽ. അങ്ങനെ പ്രധാനപ്പെട്ട അഭിപ്രായമാണ്. അപ്പൊ ഇങ്ങനെയാ ഇബ്രാഹിം. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ, പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരിക. നാം അദ്ദേഹത്തിന് ദുനിയാവിൽ തന്നെ ഹസനത്ത് നൽകി, ആഖിറത്തിൽ അദ്ദേഹത്തിന് വലിയ പദവികൾ വേറെയുമുണ്ട്. എന്താ അദ്ദേഹത്തിന് നൽകിയ പദവി? ദുനിയാവിൽ തന്നെ അദ്ദേഹത്തിന് ഞാൻ ഹസനത്ത്, മനസ്സിലാക്കിയ ആയത്ത്, വആതൈനാഹു, നാം ഈ സേവനങ്ങൾക്ക് പകരമായി അദ്ദേഹത്തിന് നൽകി, ദുനിയാവിൽ തന്നെ ഹസന, ദുനിയാവിൽ തന്നെ ഹസനത്ത് നൽകി. ഒരാളുടെ ദുനിയാവിലെ ഏറ്റവും വലിയ ഹസനത്ത് എന്താ? എന്തൊരു മനുഷ്യന്മാരാ! കച്ചവടോ, പൈസയോ, എന്താ?
ആൺകുട്ടികൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഒരാൾ അമരനാവും, മരിച്ചാലും മരിക്കാതെയാവും അയാൾക്ക് സ്വാലിഹീങ്ങളായ മക്കളുണ്ടെങ്കിൽ. അമരത്വമാണത്. മരിച്ചാൽ മരിക്കൂല. സ്വാലിഹീങ്ങളായ മക്കളുള്ളവർ മരിക്കുന്നില്ല. എന്തുകൊണ്ട് മരിക്കൂല? അർത്ഥം ഹദീസ് ഞാൻ ഓരാ, നിങ്ങൾ അർത്ഥം പറയണം, ഇല്ലെങ്കിൽ ഞാൻ പറയും. ഇദാ മാതൽ അബ്ദു, ഒരാൾ മരിച്ചു പോയാൽ ഇൻഖതഅമലുഹു, അയാളെ കർമ്മം അടങ്ങി. അല്ലേ? നേരെ മണ്ണർത്ഥം വെക്കും. ഇല്ലാ മിൻ സലാത്ത്, 3 കാര്യങ്ങളിലൂടെ ഒഴികെ. 3 കാര്യങ്ങളിലൂടെ അയാളുടെ കർമ്മം അടങ്ങൂല. കർമ്മം ചെയ്യണമെങ്കിൽ ജീവചൈതന്യം വേണം. അപ്പൊ ഈ 3 ഭാഗത്തൂടെ അയാളുടെ ജീവചൈതന്യം നിലനിൽക്കുന്നത് പോലെയാണ്. ഇതാണ് 3 കാര്യം. ഒന്ന് സദഖത്തുൻ ജാരിയ, ഒന്ന് ഇൽമു യുൻതഫഉ ബിഹി, 3 ഔവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ കുട്ടികൾ. അങ്ങനെ കുട്ടികളല്ല. ഔവലദുൻ, കുട്ടികൾ ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കും എന്നൊരായത്തോ ഹദീസോ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ആർക്കും കൊണ്ടുവരാവുന്നതാണ്. മക്കൾ ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കുമെന്നുള്ള ആയത്തും ഹദീസും ഇല്ല. നിബന്ധനയോടുകൂടിയല്ലാതെ. ഏതാ നിബന്ധന? ഔവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സ്വാലിഹായ മക്കൾ ദുആ ചെയ്യണം. സ്വാലിഹ് അല്ലെങ്കിൽ പിന്നെ മുസ്ലിം ദുആ ചെയ്യലാണ് നല്ലത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കിട്ടിയും കിട്ടും. അത്രയേ ഉള്ളൂ. അതാണ് മക്കളുണ്ടായ പോരാ, സ്വാലിഹ ഇമ്പോർട്ടൻ്റ്. ഇതാണ് അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. ഉറക്കം കൊണ്ട് പറയേ, മനസ്സിൻ്റെ ഉള്ളിൽ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തരട്ടെ. അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ തരട്ടെ. ഹറാം ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും, ഏത് രംഗത്താണെങ്കിലും ഹലാൽ ഹറാമിനെ സൂക്ഷിക്കുന്ന, പടച്ചോനെ പേടിക്കുന്ന നല്ല മക്കളായി തീരുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വആതൈനാഹു ഫിദ്ദുനിയാ ഹസന വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ഏറ്റവും വലിയ 2 മക്കൾ എന്ന സംഭാവന നൽകി. തലമുറകളാണ്, നിലച്ചിട്ടില്ല. ഒരു മകൻ സയ്യിദ്നാ ഇസ്ഹാഖ്. അത് പെട്ടെന്ന് തീരേണ്ട വിഷയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറാം. അങ്ങനെ امرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب قالت يا ويلتى أألد وأنا عجوز وهذا بعلي شيخا إن هذا لأمر عجيب قالوا وتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد فلما ذهب عن إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط إن إبراهيم لحليم أواه منيب. سورة هود. മലക്കുകൾ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ വമ്രഅതുഹു ഖായിമത്തുൻ ഫളഹിക്കത്ത്, കണ്ടു നിൽക്കുന്ന സാറാ ബീവി അങ്ങോട്ട് ചിരിച്ചു. ഇതെന്ത് വിരുന്നുകാരെന്ന് നോക്കി. ഫബശർനാഹാ ബിഇസ്ഹാഖ്, ഉടനെ നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്നൊരു കുട്ടിയുണ്ടാകുമെന്ന് നാം സാറയോട് പറഞ്ഞു റളിയല്ലാഹു അൻഹ. പിന്നെ ഇസ്ഹാഖിന് ശേഷം യാക്കൂബ് എന്നൊരു കുട്ടിയും ഉണ്ടാവും എന്നും പറഞ്ഞു. ഫബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാക്കൂബ്. യാക്കൂബ് എന്നൊരു കുട്ടി ഉണ്ടാവുമെന്നും പറഞ്ഞു. പിന്നെ കുട്ടി ഉണ്ടാവുമെന്നൊന്നും പറയുന്നില്ല. ഇസ്ഹാഖ് എന്നത് ഇബ്രാഹിം നബിയുടെ കുട്ടിയാ. യാക്കൂബ് ഇസ്ഹാഖിന്റെ കുട്ടി അലൈഹി സ്വലാത്തു വസ്സലാം. മനസ്സിലായില്ല നിങ്ങൾക്ക്? അഥവാ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും. അതായത് നിങ്ങളെ വിഷമം നിങ്ങളെ മക്കൾക്ക് ഉണ്ടാവില്ല എന്നർത്ഥം. കുട്ടികളില്ലാത്ത ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ശേഷം ഇസ്ഹാഖിനും കുട്ടി ഉണ്ടാവും. ആര്? യാക്കൂബിന് അലൈഹിസ്സലാം. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കുട്ടി ഉണ്ടായാൽ മതി, പിന്നെ കുട്ടികളെ പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഖിയാമത്ത് നാൾ വരെ അസ്തമിക്കാത്ത കുട്ടികളുടെ ഉപ്പയല്ലേ യാക്കൂബ്.
യാക്കോബിന്റെ ഓമന പേരാണ്. പലർക്കും ഓമന പേരുണ്ടാവില്ല, മാനു, കുഞ്ഞിപ്പ. യാക്കോബ് നബിയുടെ ഓമന പേരാണ് ഇസ്രായേൽ. അതാണ് ബനു ഇസ്രായേൽ. മനസ്സിലായി നിങ്ങൾക്ക്? ഖിയാമത്ത് നാൾ വരെ അസ്തമിക്കാത്ത തലമുറയായ ബനു ഇസ്രായേൽ. ബനു ഇസ്രായേലിന്റെ പിതാവാണ് യാക്കോബ്. യാക്കോബിന്റെ ബാപ്പയാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം. അവരുടെ ഉപ്പയാണ് സയ്യിദുന ഇബ്രാഹിം. ഒരു വഴി. ഇനി രണ്ടാമത്തെ വഴിയോ സയ്യിദുന ഇസ്മായിൽ. ആരും പറയണ്ട. അഹ്ലുൽ ബൈത്ത് റസൂലുള്ളാഹി, അഹ്ലുൽ ബൈത്താണ്. അവൻ പറയേണ്ട ആവശ്യമില്ല. അത് ഖിയാമത്ത് നാൾ വരെ ഒരിക്കലും തീർന്നു കിട്ടിയെങ്കിൽ വിചാരിച്ചിട്ടും കാര്യമല്ല, അത് തീരില്ല. അലി മുഹമ്മദിനെ പ്രേമിച്ചതാണ് എന്റെ കുഴപ്പമെങ്കിൽ ഞാൻ തൗബ ചെയ്യുകയില്ല. ഞാൻ അലി മുഹമ്മദിനെ പ്രേമിക്കുക തന്നെ ചെയ്യുമെന്ന്, നബി കുടുംബത്തെ ഞാൻ പ്രേമിക്കുമെന്ന് ഇമാമുന ശാഫിഈ അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. പറഞ്ഞിട്ട് തീരണില്ല. അലി മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂതി തീരണില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ രണ്ടാമത്തെ നേട്ടവും അതാണ് സയ്യിദുന ഇസ്മായിൽ. എന്നാ കുട്ടി എന്ന നിലയിൽ ആദ്യം ഉണ്ടായ കുട്ടി സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാം. അതിന് കാരണമുണ്ട്, ഞാൻ വിശദീകരിക്കണില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാം. ഒരിടത്ത് യാത്ര ചെയ്യുകയായിരുന്നു, ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി യാത്ര ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മഹദിയായ സാറാ ബീവി റളിയല്ലാഹു അൻഹ. ഒക്കെ വളരെ സവിസ്തരമായ ബുഖാരി ഒക്കെ രേഖപ്പെടുത്തിയ രീതിയാണ് ഞാൻ വിശദീകരിക്കുന്നത്. യാത്ര പോവുക. അങ്ങനെ വളരെ സുന്ദരിയായിരുന്നു സാറാ ബീവി റളിയല്ലാഹു അൻഹ. ഈ സൗന്ദര്യം കണ്ടിട്ട് ഒരു രാജാവിന് സ്വഭാവം ഉണ്ടായിരുന്നു. ആ പരിധിയിൽ പോകുന്ന സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ മുഴുവനും അയാൾ പിടിച്ചെടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ജബ്ബാറായ, ഒരു ഏകാധിപതിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഏകാധിപതികളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ഈ വഴി യാത്ര പോവുക. യാത്ര പോയപ്പോൾ രാജകിങ്കരന്മാർ സാറ ബീവിയെ പിടിച്ചു. അങ്ങനെ സാറ ബീവിയെ രാജകൊട്ടാരത്തിൽ ഹാജരാക്കി. സാറാ ബീവിയെയും കൊണ്ട് അനാവശ്യം ചെയ്യണമെന്ന് ഇവൻ ഉദ്ദേശിച്ചപ്പോൾ ഫശല, അവൻ തളർന്നുപോയി. സാറാ ബീവിയെ സമീപിക്കാൻ കഴിയാതെയായി. തന്റെ ശക്തി വീണ്ടെടുത്തു. പിന്നെ ഒരിക്കൽ ശ്രമിച്ചു. സാറാ ബീവിയെ പ്രാപിക്കാൻ കഴിയുന്നില്ല. സാറയിലേക്ക് അടുത്തപ്പോൾ ഇതൊരു മഹാവനിതയാണെന്ന് ഇയാൾക്ക് ബോധ്യപ്പെട്ടു. അവസാനം മാപ്പ് ചോദിച്ചു സാറാ ബീവിയോട് റളിയല്ലാഹു അൻഹ. അങ്ങനെ ഹാജർ മിൻ ഹസനാഇ ഖദമിഹി, അയാളുടെ വേലക്കാരികളിൽ, അയാളെ ഭൃത്യകളിലെ ഏറ്റവും സുന്ദരിയായിരുന്നു ഹാജർ. ഹാജറ എന്നല്ല പ്രയോഗം, ഹാജർ എന്നാണ്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഹജറ എന്നൊരു പ്രയോഗം കാണുന്നുണ്ട്. എന്നാൽ ഹദീസുകളിലൊക്കെ കാണുന്നത് ഹാജറ എന്ന ഹാത്താവ് കൊടുത്തിട്ടല്ല പ്രയോഗം ഉള്ളത്. എങ്ങനെയുള്ളത്? ഉദാഹരണം പറയാം, സൈനബ. വലിയൊരു തെറ്റാണത്. എന്ത് സൈനബ? സൈനബ എന്നുള്ള പ്രയോഗം തെറ്റല്ലേ? സൈനബ് അതാണ്. ഹനീഫ, മനസ്സിലായില്ലേ? ഹനീഫ്, അങ്ങനെയാ പ്രയോഗം. മനസ്സിലാവുന്നുണ്ട്? ഹനീഫ് എന്ന പ്രയോഗം, ഹനീഫ് എന്ന പ്രയോഗം. അതേപോലെ സൈനബ്, അവിടെ ഹാത്താ ഇല്ല. പലരും അത് ആയിഷയിൽ ഹാത്താ ഉണ്ട്, പിന്നെ ഫാത്തിമയിൽ ഹാത്താ ഉണ്ട്, മൈമൂനയിലും ഹാത്താ ഉണ്ട്, ഉമ്മു ഹബീബ ഹാത്താ ഉണ്ട്. എന്നാൽ സൈനബില് ഇല്ല. സൈനബ് അവിടെ ബായിൽ അവസാനിക്കുക ഒന്നുമില്ല. സൈനബ് എന്നാ പറയേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ മനുഷ്യന്മാർ ചില പ്രയോഗങ്ങളൊക്കെ തെറ്റി. സൈനബിന് തന്നെ പറയേണ്ടത്. സൈനബ് എന്നാ പറയേണ്ടത്. സൈനബുൽ ഖസാലി കേട്ടിട്ടില്ലേ? സൈനബ് എന്നാ പറയേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുക, അത് സാന്ദർഭികമായി. ഹാജറ അല്ല, ഹദീസുകളിൽ കാണുന്ന പ്രയോഗം ഹാജർ എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പറഞ്ഞത്? അള്ളാഹു നാഫിയായ ഇൽമിനെ ശ്രദ്ധിക്കണം. ഹജറ എന്നല്ല, ഹജർ. അങ്ങനെയാണ് അത് നിസ്ബിന്റെ സമയമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഹജറ ബീവിയെ നൽകി. അങ്ങനെ നമ്മുടെ പ്രയോഗത്തിൽ അങ്ങനെ പഠിച്ചുപോയി നമ്മളൊക്കെ. സത്യത്തിൽ ഇങ്ങനെയാ പ്രയോഗം, ഹജർ എന്ന. ബഹുമാനപ്പെട്ട മഹദിയായ ഹജറ ബീവി റളിയല്ലാഹു അൻഹയെ നൽകി. വളരെ വലിയ സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട മഹദി. അങ്ങനെ ഹാജർ റളിയല്ലാഹു അൻഹ, ഈ മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹയെ സാറ ബീവി റളിയല്ലാഹു അൻഹ ഫഅഹ്ദാഹാ ലിസൗജിഹാ ഇബ്രാഹിം,
ഈ പെണ്ണിനെ, ഹാജർ എന്ന ഈ പെണ്ണിനെ, ഈ സുന്ദരിയായ റളിയല്ലാഹു അൻഹ ഈ പെണ്ണിനെ രാജാവ് സമ്മാനം കൊടുത്തു, എനിക്ക് മാപ്പാക്കണം തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട്. ആ പെണ്ണിനെ, ഈ സുന്ദരിയെ പിന്നീട് അപ്പോഴത്തിന് ഇബ്രാഹിം നബിക്ക് 99 വയസ്സായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? 99 99ാമത്തെ വയസ്സാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അവരും വളരെ വൃദ്ധയാണ്. ഇനി എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് ഏകദേശമൊക്കെ ഒരു ധരിക്കണ സമയമാണ്. ഏതായാലും കിട്ടിയ ഈ പെണ്ണിനെ ഹദിയ കൊടുത്തു. ആർക്ക്? ഹജറ ബീവി, ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം. അവർക്ക് ആ കുട്ടിയിൽ, ആ പെണ്ണിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള ഉണ്ടായ മകനാണ് സയ്യിദുന ഇസ്മായിൽ. വലിയ സംഭവമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല, വളരെ ചുരുക്കാണ്, ഒരുപാട് സംഗതികൾ അതുമായി പറയാം. അങ്ങനെ കുട്ടി ജനിച്ചു, വളരെ റാഹത്ത്. എന്തൊക്കെയോ ചില വിഷമങ്ങൾ വീടുകളിൽ ഉണ്ടായി എന്ന് ചില റിവായത്തുകളിൽ കാണുന്നുണ്ട്. അതായത് കുട്ടി ജനിക്കുമ്പോൾ അങ്ങനെ ഉണ്ട്, ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒക്കെ ഒരു വിഷമമുണ്ടല്ലോ. ഒരു വിഷമം സ്വാഭാവികമായി. വളരെ വലിയ സ്നേഹത്തിലായിരുന്നു അവർ തമ്മിൽ. ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സാറാ ബീവിയും, അവിടെ ഹാത്താ ഉണ്ട്, സാറാ ബീവിയും വലിയ റാഹത്തിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നും റാഹത്തിൽ തന്നെയാണ്, വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് കഅബത്തിന്റെ പരിസരം ഉണ്ടായിട്ട് പോലും മരിക്കാൻ വേണ്ടി ഇബ്രൂനിലേക്ക് പോയത്. സാറാ ബീവിയുടെ പരിസരത്തേക്ക് ഇത്ര ഇഷ്ടമായിരുന്നു സാറാ ബീവി റളിയല്ലാഹു അൻഹ. ഈ കുട്ടിയെ തന്നെ തനിക്ക് കിട്ടാൻ കാരണം ആരാണല്ലോ? ഹാജറാണല്ലോ റളിയല്ലാഹു അൻഹ. അല്ല, സാറയാണല്ലോ റളിയല്ലാഹു അൻഹ. അപ്പോ വലിയ ഇഷ്ടമാണ്, ഇഷ്ടമൊക്കെ തന്നെ. പക്ഷെ സ്വാഭാവികമായിട്ടുണ്ടല്ലോ മനുഷ്യന്മാർക്ക് ഒരു തോന്നല്, എന്റെ കുട്ടി ഉണ്ടായപ്പോ ആ കുട്ടിയുള്ള പെണ്ണിനോടൊരു താല്പര്യം കൂടിയോന്നൊരു തോന്നല് അങ്ങനെ ഉണ്ട്. അങ്ങനെ ചെറിയ അഭിപ്രായം. ഈ വിഷയമൊക്കെ ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്. എന്റെ അഭിപ്രായമല്ല, എനിക്ക് പേടിയാണ് അത്തരം കാര്യങ്ങളൊക്കെ പറയാന്. ഇങ്ങനെ ഒരു അഭിപ്രായം, അത് വിചാരിച്ചിട്ട് വലിയ മോശം വിചാരിക്കരുത്. അവരൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യനൊക്കെ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു വിഷമാണത്. അപ്പോൾ ഈ അവസരമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു, വീട്ടിൽ ചെറിയ ഒരു വിഷമം ആയപ്പോൾ ഹജറ റളിയല്ലാഹു അൻഹയെ കൊണ്ടുവന്ന് കഅബാലയത്തിൽ ഉപേക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു. അതാണ് അതിപ്രധാനമായ ഈ വിഷയത്തിന്റെ അതിപ്രധാനപ്പെട്ട ഭാഗം. ആ രംഗം ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി അടക്കം വിശദീകരിക്കുന്നുണ്ട്. ഹദീസിന്റെയും ആസാറിന്റെയും കിതാബൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം വായിക്കാം. ഇബ്നു അബ്ബാസിന് ഖാല അഖ്ബല ഇബ്രാഹിം ബി ഇസ്മാഈൽ വ ഉമ്മിഹി ഹാജർ ഹത്താ തുർളി വഹിയ തുർളിഹു ഹത്താ വളഅഹാ ഇൻദൽ ബൈത്ത്. അങ്ങനെ തന്റെ മകനായ ഇസ്മായിലിനെയും ഭാര്യയായ ഹാജറിനെയും കൂട്ടി വരികയാണ് സയ്യിദുന ഇബ്രാഹിം. അങ്ങനെ വന്നിട്ട് ഹത്താ വളഅഹ ഇൻദൽ ബൈത്ത് വന്നു. സംസാരമൊന്നുമില്ല. പ്രധാന അഭിപ്രായം, ഈ യാത്രക്കിടയിൽ വർത്താനൊന്നും എവിടേക്കാണ് എന്താണെന്നൊന്നും ഒന്നുമില്ല. അങ്ങനെ വന്ന് നേരെ നിങ്ങൾ ചിന്തിക്ക്, ഇത് തമാശയുള്ള കാര്യമല്ല ഈ പറയുന്നത്. ഇത് ചിന്തിക്ക്, അതിന്റെ ഒരു രംഗം ആലോചിച്ച് നോക്കണം. മരുഭൂമിയിൽ, പുല്ലുമുളക്കാത്ത ഭൂമിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് മിണ്ടാതെ കൊണ്ടുവന്ന് നേരെ കഅബാലയത്തിങ്കൽ വെച്ചു. ഒട്ടകപ്പുറത്തുനിന്ന് ഇറക്കി, ഒട്ടകപ്പുറത്തുനിന്ന് ഭാര്യയെയും കുട്ടിയെയും ഒട്ടകപ്പുറത്തുനിന്ന് ഇറക്കി. എന്നിട്ട് ഫൽതഫത, ഒറ്റ തിരിയല്, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അവിടെ ഇറക്കി ഫൗഖ സംസമിൻ ഫീ അഅലൽ മസ്ജിദി. അന്ന് സംസം ഇല്ല. ഇന്ന് സംസം നിൽക്കുന്ന ആ ഭാഗത്ത്, അഅലൽ മസ്ജിദി പള്ളിയുടെ ഏകദേശം ഒരു മുകൾ ഭാഗത്ത് എന്ന്. വലൈസ ബിമക്ക യൗമഇദിൻ അഹദുൻ. അന്ന് മക്കയിൽ ഒരാളും ഉണ്ടായിരുന്നില്ല. വലൈസ ബിഹാ മാഉൻ. അവിടെ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. ഫവളഅഹുമാ ഹുനാലിക്. അവിടെ അവർ രണ്ടാളെയും അവിടെ ഇറക്കി നിർത്തി. എന്നിട്ട് രണ്ട് തോൽപാത്രം അവിടെ ഇറക്കി വെച്ചു. ഒരു തോൽപാത്രത്തിൽ കുറച്ച് കാരക്കയുണ്ട്, ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. അങ്ങനെയാണ് ഒരു യാത്രക്കാരൻ ചെയ്തു കൊടുക്കേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്ത് അവിടെ വെച്ചു. അങ്ങനെ വെച്ചു. ഒരു തോൽപാത്രത്തിൽ കുറച്ച് കാരക്കുണ്ട്, ആ തോൽപാത്രം അവിടെ ഇറക്കി വെച്ചു. അതേപോലെ തന്നെ വസിഖാൻ ഒരു തോൽപാത്രം, വെള്ളമുള്ള ഒരു തോൽപാത്രം ഇറക്കി വെച്ചു. എന്നിട്ടോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റ തിരിഞ്ഞങ്ങോട്ട് പോയി. ഇസ്മായിൽ, ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹ വഴി പോയി തടഞ്ഞു.
അവർ ചോദിച്ചു, ഈ മലഞ്ചെരുവിൽ ഞങ്ങളെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എവിടെ പോവാണെന്ന് ചോദിച്ചു. നിങ്ങൾ ചിന്തിക്കണം. കാലിട്ടടിക്കാൻ മാത്രം അറിയുന്ന ഒരു കുട്ടി, പെണ്ണുങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഈമാനിന്റെ നിറകുടമല്ലേ, ഈമാനിന്റെ നിറകുടമായ ഒരു പെണ്ണായിരുന്നു അത് എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അള്ളാഹു തആല നമ്മളെ സഹോദരിമാരെയൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. വളരെ ചിന്തിക്കണം. വഴി പോയി തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അയിന തദ്ഹബൂ വതത്റുകുനാ ബിഹാദൽ വാദി, ഈ മലഞ്ചെരുവിൽ ഞങ്ങളെ ഒഴിവാക്കി നിങ്ങൾ എവിടെ പോവുകയാണ്? ഫലം യതകല്ലം, മിണ്ടിയില്ല സയ്യിദുനാ ഇബ്രാഹിം. പോവാനാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹ് പറഞ്ഞാൽ ചെയ്യുന്ന ആളാണ് സയ്യിദുനാ ഇബ്രാഹിം. അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആനിൽ. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അള്ളാഹു എന്ത് പറഞ്ഞാലും അതപ്പടി ചെയ്യുന്ന ആളായിരുന്നു സയ്യിദുനാ ഇബ്രാഹിം. മിണ്ടാതെ ഒറ്റപ്പോക്ക് അങ്ങനെ പോവുക. അപ്പോൾ പിന്നെ ചോദിച്ചു, എന്റെ ഞങ്ങളെ ഒഴിവാക്കിയിട്ട് പോകുന്നെന്ന് ചോദിച്ചു. മിണ്ടിയില്ല. ഒരു മനുഷ്യനെ ഇവിടെ പരിസരത്ത് കാണാനില്ല, ഒരു വീടില്ല, ഒന്നുമില്ല. മിറാറൻ, പലവട്ടം ചോദിച്ചു, എന്തേ പോക്കാണിത്, എവിടേക്കായി പോണത്, ഞങ്ങളെവിടെ ഇറക്കി നിർത്തിയിട്ട് എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. മിണ്ടിയില്ല. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതായില്ല. ഒന്ന് തിരിഞ്ഞു വളരെ ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നേയില്ല. ഒറ്റപ്പോക്ക് സയ്യിദുനാ ഇബ്രാഹിം. അപ്പോൾ അവസാനം ഹാജറ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, ഇങ്ങനെ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ മടങ്ങിപ്പോകാൻ അല്ലാഹ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? രണ്ടഭിപ്രായമുണ്ട്. ഒരഭിപ്രായത്തിൽ ഫഖാല നഅം, അതേന്ന് പറഞ്ഞു. ഒരഭിപ്രായം മനസ്സിലായില്ല. രണ്ടഭിപ്രായം കാണുന്നുണ്ട്. ഒരഭിപ്രായം മിണ്ടിയില്ല. ഒന്ന് മനസ്സിലാവില്ല നിങ്ങൾക്ക്. ഇങ്ങനെ കാണിച്ചു. നഅം എന്ന് പറഞ്ഞു എന്നും അഭിപ്രായമുണ്ട്. നിങ്ങൾ പോവാണ്, ചിന്തിക്കണ. ഇത് ഭാര്യ വീട്ടിൽ പെണ്ണിനാക്കി പോവല്ല, ഇത് സൽക്കാരത്തിന് കൊണ്ടാക്കി പോവല്ലത്. നിങ്ങളത് ചിന്തിക്ക്. ബസ് സ്റ്റാൻഡിൽ അവളെ നിർത്തിയിട്ട് ഒരു 10 മിനിറ്റ് ഞാനിപ്പോ വരാന്നാ പോക്കല്ല ഇത്. ലൈസ ഫീഹാ അഹദുൻ വലാ ശൈഉൻ വലാ മാ, ഒന്നുമില്ല. എന്തിനധികം പറവ പോലും അവിടെ പറക്കാറില്ലാണ്. പിന്നീട് ജുർഹൂം ഗോത്രം അവിടെ വന്ന് താവളമടിക്കാൻ കാരണം യാത്രക്കിടയിൽ അവര് പറവ പറക്കാത്ത സ്ഥലത്ത് പറവ പറക്കുന്നത് കണ്ടു. പറവ പറക്കുമ്പോൾ പരിസരത്ത് എവിടെയെങ്കിലും വെള്ളം ഉണ്ടാകുമെന്ന് നനച്ചു. മുമ്പ് വെള്ളമില്ലാത്തടത്ത് ഇപ്പൊ വെള്ളം എങ്ങനെയാന്ന് ചോദിച്ചാൽ അവർ നോക്കിയോ, ആ ഭാഗത്തേക്ക് ഞാൻ വരാം. അപ്പൊ ഒന്നുമില്ല, ഒരു പറവ പോലും ഇല്ലാത്ത പ്രദേശം. അല്ലാഹു അമറക ബിഹാര, ഒന്നും മിണ്ടാതെ മടങ്ങിപ്പോകാനും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ ഫഖാല നഅം, ഒരഭിപ്രായം നഅം എന്ന് പറഞ്ഞു. ഒരഭിപ്രായം തന്റെ താടി കൊണ്ട് വന്ന് ആംഗ്യം കാണിച്ചു. ഫഖാലത്ത്, അപ്പോൾ ഉടനെ ഹാജർ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദൻ ലാ യുളയ്യുനാ, എന്നാ പോയിക്കോളൂ. എന്നാ ഒരിക്കലും അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിച്ചതാണ് എങ്കിൽ ബാക്കി കാര്യം അല്ലാഹു നോക്കിക്കൊള്ളും. സുബ്ഹാനല്ലാഹ്. എന്നാ പോയിക്കൊള്ളുന്ന പ്രശ്നമില്ല എന്ന് മനസ്സിലാവണം എന്താ പറഞ്ഞത്. ഇതല്ല യുളയ്യുനാ, അല്ലാഹു കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ പോകുന്നതെങ്കിൽ പ്രശ്നമാക്കണ്ട. ഇതല്ല യുളയ്യുനാ, ആരാണോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ആ ആൾ ഞങ്ങളെ നോക്കിക്കൊള്ളും, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം വിട്ടുപിരിഞ്ഞു. തിരിഞ്ഞു നോക്കാതെ പോയി ഹത്താ ലാ യറൗനഹു, ഉറങ്ങരുത് കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. ഇവര് കാണാത്ത ദൂരം പോയിട്ടാ തിരിഞ്ഞു നോക്കിയത്. ഇവരെ കാണാത്ത ദൂരം പോയി തിരിഞ്ഞു നോക്കി. ഇവരെ കാണാവുന്ന ദൂരം തിരിഞ്ഞു നോക്കിയതേല്ല. അങ്ങനെ മലഞ്ചെരിവ് വിടുകയാണ്. മലഞ്ചെരിവിന്റെ അവസാന ഭാഗം ജബൽ അബീ ഖുവൈസിന്റെ താഴ്വര വിട്ടു പോവുകയാണ്. അവസാന ഭാഗം ഭാര്യയും കുട്ടികളും ഈ മനുഷ്യനെ കാണാനല്ല, ഉപ്പ പോയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്ക്. ആ മനസ്സൊന്ന് ആലോചിച്ച് നോക്കാൻ നേരം
ഉപ്പ പോയി. മരുഭൂമിയിൽ നിർത്തി. പകലും രാത്രിയും രാത്രിയായ മരുഭൂമി. അവിടെ രാത്രി മരുഭൂമിയാണ്, പകലും രാത്രിയാണ്, രാത്രിയും രാത്രിയാണ്. എപ്പോഴും രാത്രി തന്നെ. മരുഭൂമി, വിജനമായ, പുല്ലില്ലാത്ത, പറവയില്ലാത്ത ഭൂമി. അപ്പൊ പോയി, മിണ്ടാതെ പോയി, തിരിഞ്ഞു നോക്കാതെ പോയി. ഇബ്രാഹിം നബി പോയി ജബൽ അബീ ഖുവൈസിന്റെ താഴ്വര വിടുന്നു. അപ്പോഴാണ് ഉപ്പ പോയി, അവർ ഉറപ്പിച്ച സ്ഥലമെത്തി, മടങ്ങി. എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ആരും കാണാത്ത, ഭാര്യയും കുട്ടിയും കൂടി നോക്കിയാലും കാണാത്ത ആ ദൂരമെത്തി. കുട്ടി വളരെ ചെറിയ കുട്ടിയാ, മുല കുടിക്കുന്ന കുട്ടിയാ. അവിടെ എത്തിയപ്പോൾ ഇസ്മായിൽ കഅബയിലേക്ക് തിരിഞ്ഞിരുന്നു സയ്യിദുനാ ഇബ്രാഹിം. അവിടെയാണ് സൂറത്ത് ഇബ്രാഹിമിലെ 37-ാമത്തെ വചനത്തിന്റെ പ്രാർത്ഥന. മനസ്സിലായി നിങ്ങൾക്ക്? അവിടെയാണ് റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സർ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ ഫജഅൽ അഫ്ഇദതൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. ആരും കാണാത്ത സ്ഥലത്തെത്തിയപ്പോൾ തിരിഞ്ഞു നിന്നു. എന്നിട്ട് ഭാര്യ കാണുന്നില്ല, തനിക്ക് ഭാര്യയും കാണുന്നില്ല. എത്ര ദൂരമെത്തിയപ്പോൾ തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സർ. ഈ പുല്ല് മുളക്കാത്ത ഭൂമിയിൽ എന്റെ രക്ഷിതാവേ, എന്റെ കുടുംബത്തെ നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ഉപേക്ഷിച്ചു പോവുകയാണ്. റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ. അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ അവരെ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചു. ചിന്തിക്കണം, ഒരു ഉപ്പാന്റെ മോഹായിരിക്കണം. റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ. അല്ലാഹു നമുക്ക് അബോധം തരട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു നമുക്ക് അബോധം തരട്ടെ. വളരെ ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ, റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സർ. പുല്ല് മുളക്കാത്ത ഭൂമി. പുല്ല് മുളക്കണമെങ്കിൽ വെള്ളം വേണ്ടേ? ഒന്നുമില്ല. ഒരു പുല്ല് മുളക്കാത്ത മൊട്ടക്കുന്നിൽ, ഒരു മുബിയിൽ, ഒരു താഴ്വരയിൽ, ഒരു മൊട്ടയടിച്ച താഴ്വരയിൽ ഇരുത്തിപ്പോവുകയാണ്. റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ ഫജഅൽ അഫ്ഇദതൻ നാസി തഹ്വി ഇലൈഹിം. ഇതുവഴി കടന്നു പോരുന്ന മനുഷ്യർക്കും പിന്നീട് സർവ്വരാജ്യ മനുഷ്യർക്കും ഇവരോട് മാനസികമായ താല്പര്യം തോന്നണമേ. ഞാൻ പോവാ, നീ എനിക്കാരും, ഞാൻ നീ കൽപ്പന പ്രകാരം ഞാൻ പോവാൻ. ഇവർക്കൊരു അഭയമില്ല, ഇവർക്ക് നീയല്ലാതെ അഭയമില്ല. അതുകൊണ്ട് ഇതുവഴി കടന്നു പോകുന്ന മനുഷ്യരെയും പിന്നീട് ലോകത്തെ സകലമാന മനുഷ്യരെയും ഇവരോട് നീ അല്ലാഹുവേ, ഇവരോട് ഏത് സത്യവിശ്വാസിയുടെ മനസ്സിനെയും ഇവരുമായി നീ കൂട്ടിയിണക്കേണമേ. അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കാൻ തോന്നിപ്പിക്കണമേന്ന് സയ്യിദുനാ ഇബ്രാഹിം. എന്നിട്ടോ വർസുഖ്ഹും മിനസ് സമറാത്ത്. എല്ലാവിധ ആരോഗ്യമുണ്ടാകുന്ന പഴവർഗ്ഗങ്ങളും അവർക്ക് നീ കഴിപ്പിക്കുകയും ചെയ്യണമേ. ഈ പാടർത്ഥം ലഅല്ലഹും യശ്കുറൂൻ. ആരോഗ്യദായകമായത് അവർക്ക് നൽകുകയും ചെയ്യണമേ. ആരോഗ്യദായകമായത് അവർക്ക് നൽകുകയും ചെയ്യണമേ. അവർക്ക് മാനസികമായ, എല്ലാവരിൽ നിന്നും മാനസികമായ ഒരു തരം പരിലാളനയും മറ്റുള്ള വിഭവങ്ങളും എല്ലാം അവർക്ക് നൽകണമേ. സൂറത്ത് ഇബ്രാഹിം 37-ാമത്തെ വചനം കഴിഞ്ഞു. പോയി പ്രാർത്ഥിച്ചു. സയ്യിദ്നാ ഇബ്രാഹിം മടങ്ങി. ഹാജർ എന്ത് ചെയ്തു? വജഅലത് ഉമ്മു ഇസ്മാഈൽ തുർദിഉ ഇസ്മാഈൽ. അവിടെ ഇരുന്നു, കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ട് അങ്ങനെ ഇരുന്നു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. വളരെ ചിന്തിക്കണം. വതശ്റബു മിൻ ദാലിക്കൽ മായി. ആ കുട്ടിക്ക് മുല കൊടുക്കുകയും പിന്നെ വതശ്റബു മിൻ ദാലിക്കൽ മായി, ആ വെള്ളത്തിന് കുടിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട്. ഹത്താ നഫദത്തിൽ അയ്യാം വനഫദൽ മാഉ മിനൽ ബിൽബിൽ സിഖാ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഏൽപ്പിച്ചിരുന്ന ആ വെള്ളം കുടിച്ചും ആ കാരക്കറ്റെന്നും അതിനെ കുട്ടിക്ക് മുല കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ അവിടെ കഴിഞ്ഞുപോയി. സയ്യിദ്നാ ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹ അങ്ങനെ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴോ എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നഫദൽ മാഉ ബിസ്സിഖാ, ഈ പാത്രത്തിലെ വെള്ളം അവസാനിച്ചു.
അപ്പോൾ അതശത്ത് അവർക്ക് ദാഹം തോന്നി, വഅതശ ഇബ്നുഹാ കുട്ടിക്കും ദാഹം തോന്നി. ഫജഅലത് തൻദുറു ഇലൈഹി ദാഹം തോന്നിയ ഈ കുട്ടിയെ അവർ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും, വലിയ വിഷമം. വയദ്രിബു ബിനഫ്സിഹി അൽ അർള കുട്ടിയാകട്ടെ ദാഹത്തിന്റെ പാരവശ്യം കാരണം, മുലയിൽ പാലില്ല, വിഷമാണ്, ദാഹത്തിന്റെ പാരവശ്യം കാരണം കുട്ടി ഇങ്ങനെ ദാഹത്തിന്റെ പാരവശ്യം കാരണം കുട്ടി ഇങ്ങനെ കാലിട്ടടിക്കാൻ തുടങ്ങി ഭൂമിയിൽ. ഉടനെ കുട്ടി മരിക്കും എന്ന ഘട്ടമായി. നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞത്? ആ ഭാഗം തന്നെ ഫത്ഹുൽ ബാരി അടക്കം വിശദീകരിച്ച ആ ഭാഗം തന്നെ ഞാൻ കേട്ട് പറഞ്ഞാല് ഇത് കഥയാണ് നിങ്ങൾ വിചാരിക്കുന്നതിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ റിവായത്ത് ഇങ്ങനെ തന്നെ വായിക്കുന്നത്. ഇത് കഥയല്ല, ഇത് താലിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നല്ലോണം മനസ്സിലാക്കണം. ഞാനൊരു കഥ എന്ന് പറയും പോലെ പറഞ്ഞാൽ നിങ്ങളത് ഉൾക്കൊള്ളൂല എന്നതുകൊണ്ടാണ് ഞാൻ ആ റിവായത്ത് തന്നെ വായിക്കുന്നത്. ഫന്തലഖത്ത് അപ്പോൾ ബഹുമാനപ്പെട്ട ഹാജർ എണീറ്റു. കുട്ടി മരിക്കാൻ പോവാൻ, മരിക്കാൻ പോണ കുട്ടീൻ്റെ അടുത്ത് എണീറ്റു. കാരണം കറാഹിയത്താൻ തൻദുറ ഇലൈഹി ഇനി കുട്ടിയെ കാണാൻ വയ്യ. മനസ്സിലാവുണ്ടെങ്കിൽ കുട്ടിയെ കാണാൻ വയ്യ, അവിടുന്ന് എണീറ്റു. ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹ ഈ മരിക്കാൻ ആവുകയാണ്. കുട്ടി കാലിട്ടടിച്ച് മരിക്കുമെന്ന ഘട്ടമാകുന്നു. അപ്പോൾ അവിടുന്ന് എണീറ്റു. എന്നിട്ടോ അവിടെ നിന്ന് പോയി കുറച്ച് അടുത്ത് നിൽക്കുന്ന മല സഫാ കുന്നാണെന്ന് തോന്നി നേരെ അതിന്റെ മുകളിൽ കയറി നോക്കി. എന്നിട്ടോ ഫഖാമത്ത് അലൈഹി എന്നിട്ട് സഫാ കുന്നിന്റെ മുകളിൽ കയറി. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക്, സഅയ് ചെയ്യുന്ന ആളുകൾക്ക് സഫാ കുന്നിന്റെയും മർവാ കുന്നിന്റെയും ഉച്ചിയിൽ കയറൽ സുന്നത്താണ്. 395 മീറ്റർ വിട്ട് കിടന്നാൽ തന്നെ സഅയിനുള്ള സ്ഥലം കഴിയും. എന്നാൽ തന്നെ സുന്നത്താണൊന്ന് മുകളിൽ കയറി നോക്കൽ. എന്തുകൊണ്ട്? ഹാജർ റളിയല്ലാഹു അൻഹ അതിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന അടിസ്ഥാനത്തിൽ നേരെ ബഹുമാനപ്പെട്ടവർ മഹദി അതിന്റെ മുകളിലേക്ക് കയറി. ഫസ്തഖ്ബലൽ വാദിയ എന്നിട്ട് ആ താഴ്വരയുടെ അഭിമുഖമായി നിന്നു. തൻദുറു ഹൽ തറാ അഹദൻ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. ഫലം തറ അഹദൻ ആരെയും കണ്ടില്ല. ഫഹബതത് മിനസ് സഫാ അങ്ങനെ സഫയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. ഹത്താ ഇദാ ബലഗത്തിൽ വാദിയ ആ മലഞ്ചരിവിയുടെ താഴ്വാരത്തിലേക്ക് എത്തിയപ്പോൾ സഅയൽ ഇൻസാൻ ഒരാള് ധൃതിയിൽ ഓടി നടക്കും പോലെ, ഓടുന്നല്ല നടക്കുമല്ല എന്ന നിലയിൽ ഓടി നടക്കാൻ തുടങ്ങി. ഹത്താ ജാവസത്തിൽ വാദിയ അങ്ങനെ ആ മലഞ്ചരിവും കഴിഞ്ഞു. എന്നിട്ട് നേരെ മർവാ കുന്നിന്റെ മുകളിലേക്ക് കയറി. ഇങ്ങനെ മർവയുടെയും സഫയുടെയും ഇടയിൽ ഫഖാമത്ത് അലൈഹ എന്നിട്ട് ഹൽ തറ അഹദൻ ആരെയും കാണുന്നുണ്ടോ നോക്കി. ഫലം തറ അഹദൻ ആരെയും കാണുന്നില്ല. നേരെ താഴത്ത് വന്നു. ഇങ്ങനെ 7 പ്രാവശ്യം അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫദാലിക സഅയുൻ നാസ് ഇതാണ് ഹജ്ജിന്റെ അതിപ്രധാനപ്പെട്ട കർമ്മമായ സഅയ് എന്ന് ഹബീബായ റസൂലുള്ളാഹി ഞാൻ വിശദീകരിക്കണില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യം ഈ പെണ്ണിനെ അല്ലാഹു തആല പ്രതീകവൽക്കരിക്കുകയാണ്. ഹജ്ജിന്റെ അതിപ്രധാനപ്പെട്ട കർമ്മം സഅയാണല്ലോ. ഒരു പെണ്ണ്, ആ പെണ്ണിന് അല്ലാഹു നൽകുന്ന സ്ഥാനം നിങ്ങൾ ചിന്തിക്കണം. ദീനിയായ തന്റെ ഭർത്താവ് അല്ലാഹുവിനെ ഏൽപ്പിച്ച് പോയപ്പോൾ ആ ഭർത്താവിനെ പോകാൻ അനുവദിക്കുകയും അല്ലാഹുവിൽ അഭയം തേടുകയും ചെയ്ത ആ പെണ്ണിനെ പിന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യനോട് പ്രതീകവൽക്കരിച്ചിരിക്കുകയായിരുന്നു. ഈ ആരാധനയുടെ അതിപ്രധാനപ്പെട്ട കാതലാണ് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞു. അൻ അലിയിൻ ഖാല റസൂലുള്ളാഹി ഹബീബായ നബി പറഞ്ഞു ഫനാദാഹാ ജിബ്രീൽ ഉടനെ ജിബ്രീൽ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഓടി നടന്നു കുട്ടി മരിക്കാൻ കിടക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് പോയി കുട്ടിയുടെ അടുത്തേക്ക് പോകും, മടങ്ങി വരും, ഓടി നടക്കും. വളരെ കഷ്ടതയിലാണ്, കുട്ടി മരിക്കാൻ പോവാണ്. ആ വേബധു ആകെയുള്ള ഒരു ജീവന്റെ തുടിപ്പ് തൻ്റെ അടുത്ത് ആകെ ബാക്കിയുള്ളൊരു കുഞ്ഞാകുന്നു. ആ കുഞ്ഞു കൂടി മരിക്കുന്ന ഘട്ടം. ഫനാദാഹാ ജിബ്രീൽ ആ സമയത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ച ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹുവിനെ വിളിച്ചു. ഫഖാലത്ത് ഉടനെ ചോദിച്ചു, മനസ് ആരാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചു. ആരാണ് നീ എന്ന് ചോദിച്ചു. ഖാലത്ത് ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അന ഹാജർ ഞാൻ ഹാജറാണ്. ഉമ്മു വലദ് ഇബ്രാഹിമിന്റെ കുട്ടിയുടെ ഉമ്മയാണ് അലൈഹിസ്സലാം, ഹാജറാണ്. ഫഖാല ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, ഫഇലാ മൻ വക്കലകുമാ നിങ്ങൾ രണ്ടാളെ ആരെ ഏൽപ്പിച്ചിട്ടാണ് ഇബ്രാഹിം പോയിട്ടുള്ളത്?
ഖാലത് ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്ന് മറുപടി പറഞ്ഞു. ഖാല, ഉടനെ സയ്യിദുനാ ജിബ്രീൽ ഫത്ഹുൽ ബാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, എന്റെ വക തോന്നിയത് പറയല്ല, വളരെ പ്രധാനമായ ഒരു ഹദീസാണ് ഇത്. ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാല, ഉടനെ ജിബ്രീൽ പറഞ്ഞു, വക്കലകുമാ ഇലാ കാഫിൻ, എന്തിനും മതിയായ ഒരാളെയാണ് അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്, ഏൽപ്പിച്ചത് പേടിയാവണ്ട എന്ന് പറഞ്ഞു. ഫബഹസ ജിബ്രീലു ബിജനാഹിഹി, ഉടനെ ഫത്ഹുൽ ബാരി ജിബ്രീൽ തന്റെ ചിറകുകൾ കൊണ്ട് മണ്ണിലടിച്ചു. ശ്രദ്ധിക്കണം കേട്ടോ, ഇനിയുള്ള ഭാഗം വളരെ ശ്രദ്ധിക്കണം. ഹത്താ ലഹറൽ മാഉ, അങ്ങനെ വെള്ളം പ്രത്യക്ഷമായി. ഫംബസഖൽ മാഉ, വെള്ളം പൊട്ടി ഒഴുകി. ഫദഹശത് ഇസ്മാഈൽ, അഥവാ കുട്ടി കാലിട്ടടിക്കുന്ന ഭാഗത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ചിറകുകൾ കൊണ്ട് അടിക്കുകയും ലഹറൽ മാ, വെള്ളം പ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ വെള്ളം പൊട്ടി ഒഴുകി. വെള്ളം പൊട്ടി ഒഴുകിയപ്പോ അതിനെ ഒരു തടാകാക്കി അത് പോവാതിരിക്കാൻ ഒരു സ്ത്രൈണമായ ആവേശം. ഒന്നാ വെള്ളം പോയാൽ പിന്നെ ഇല്ലെങ്കിലൊന്ന് തിരിച്ച് വേഗം അതിനെ ഒരു തടാകാക്കാൻ വേണ്ടി ഒരുങ്ങി ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹാ. അൻ അലിയിൻ ഖാല ഫജഅലത് തഹ്ബിസുൽ മാഅ, വെള്ളത്തിനെങ്ങനെ കെട്ടി നിർത്താൻ ഒരുങ്ങി ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹ. ഫഖാല ജിബ്രീൽ, ഇത് കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കെട്ടി നിർത്തണ്ട, വിട് എന്ന് പറഞ്ഞു. ഫഇന്നഹാ റവ്വാ, ഈ ഭൂമിയിലെ എല്ലാരെയും ദാഹം തീർക്കാൻ മാത്രം അത് മതിയാകുമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ. 979 24 മണിക്കൂറിലേറെ നേരാണ് 4 പമ്പ് വെച്ചിട്ട് ഇംഗ്ലീഷ് മുഹന്ദിസുകളുടെ ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ വിദഗ്ധരുടെ മുന്നിൽ 24 മണിക്കൂറിലേറെയാണ് സംസം അടിച്ചിട്ട് നേരെ 3/4 മീറ്റർ, സാധാരണ ഉണ്ടായിരുന്നതിനേക്കാൾ 3/4 മീറ്റർ കൂടി വെള്ളം കൂടി. മനസ്സിലായോ നിങ്ങൾക്ക്? അതിനെക്കുറിച്ച് ഒരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 24 മണിക്കൂർ അടിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ 3/4 മീറ്റർ വെള്ളം കൂടി. അതിനെക്കുറിച്ച് ഒരു അറബ് ചിന്തകൻ, ഒരു അറബ് ശാസ്ത്രജ്ഞൻ അതിനെക്കുറിച്ച് മാത്രം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ചിന്തിക്കണം. അതാണ്, ഞാൻ വിശദീകരിക്കില്ല. അതാ പറഞ്ഞത്, കെട്ടി നിർത്തണ്ട, ഈ ലോകത്തെ എല്ലാരെയും ദാഹം തീർക്കാൻ മാത്രം അതുണ്ടാകുമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. എന്നാലും ഉടനെ ഹാജർ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ഫജഅലത് തഗ്രിഫു മിനൽ മായി ഫീ സിഖായിഹാ, വെള്ളം വറ്റിയാലോ, സ്ത്രൈണമായ ബുദ്ധിയാണല്ലോ, മാത്രല്ല ആ സമയമല്ലേ, വേഗം ഇതെടുത്തിട്ട് തന്റെ തോൽപാത്രത്തിൽ നിറക്കാൻ നോക്കി. ഇത് മുക്കി നിറച്ചിട്ട് പിന്നെയും വെള്ളം പുറത്തു വരിക തന്നെ. ഇബ്നു അബ്ബാസിൻ ഖാല റസൂലുള്ളാഹി പറഞ്ഞു, യർഹമില്ലാഹു ഉമ്മ ഇസ്മായിൽ, ഇസ്മായിലിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഈ അരുതാത്ത കാര്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ വാക്കുകൾ പറയാറുള്ളത്. അത് വേണ്ടില്ലായിരുന്നു, അങ്ങനെ ചെയ്യരുതായിരുന്നു. ലൗ തറകത സംസമിൽ തൊടാതെ അങ്ങനെ സംസമിനെ വിട്ടിരുന്നുവെങ്കിൽ അതല്ല കാനത്ത് ഐനം മഈന, അത് മക്കയുടെ പരിസരത്തെ ഏറ്റവും വലിയ ഒരു തടാകമായി തീരുമായിരുന്നു എന്ന് മുഹമ്മദ് നബി മഹാതടാകമായിരുന്നു. ഐനും മഈൻ, അറ്റങ്ങ വലിയ തടാകം, വലിയ വിശാലതയുള്ള മഹാതടാകമായിരുന്നു. വേണ്ടില്ലായിരുന്നു, അങ്ങനെ ചെയ്യണ്ടില്ലായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ. വേറെ ഒരിക്കൽ പറയുന്നുണ്ട്, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട്, 3ാമത്തെ ചോദ്യം കൂടി ചോദിച്ചാൽ പിന്നെ ഞാൻ നിങ്ങളൊപ്പം കൂടൂല, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ റസൂലുള്ളാഹി പറയുന്നുണ്ട്, അത് പറയണ്ടില്ലായിരുന്നു, അങ്ങനെ വരണ്ടില്ലായിരുന്നു, ഞാൻ ഇനിയും ബുദ്ധിമുട്ടിയാൽ ചോദിക്കുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയായാൽ ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിലായിരുന്നു. ഇതാകെ 3 രഹസ്യങ്ങളല്ലേ മനസ്സിലായിട്ടുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ, നിന്റെ വകയല്ല. ലൗ തറകതുഹു കാനൽ മാഉ ലാഹിറാ, വളരെ പരസ്യമായ ഒരു തടാകമായി തീരുമായിരുന്നു പരിശുദ്ധമായ ഈ വെള്ളം എന്ന് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളമായി സന്തോഷത്തിന്റെ വെള്ളം കിട്ടി, വളരെ റാഹത്തായി. ഫശരിബത്തു വഅർളഅത് വലദാ, മരണത്തിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ടു. കുട്ടിക്ക് മുല കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും വെള്ളം കഴിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്തു. ഈ വെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒന്ന്, പിന്നീട് വിശദീകരിക്കട്ടോ, പിന്നെ ആ ഭാഗത്തേക്ക് വരും. ഈ വെള്ളമാണ് അല്ലാഹു നൽകുന്നത്, മറ്റു ഭക്ഷണമൊന്നും കൊടുക്കണില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഈ വെള്ളവുമാണ് ഭക്ഷണവുമാണ്.
പിന്നീട് ആ ഭാഗത്ത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്. ഭക്ഷണവും വെള്ളവും കഴിഞ്ഞ പെണ്ണിന് ഈ വെള്ളം കൊടുക്കുക. ഈ വെള്ളത്തിൽ ഭക്ഷണവുമുണ്ട് വെള്ളവുമുണ്ട്. പിന്നീട് വരാം. നിങ്ങളെ ഞാൻ ലേശം ആ ഭാഗത്തെക്കുറിച്ചൊന്ന് ചിന്തിപ്പിച്ചു എന്ന് മാത്രം. ഫശരിബത്ത് വഅർളഅത് വലദഹ സ്വഹീഹുൽ ബുഖാരി ഫജഅലത് തശ്റബു മിനൽ മായി. ഈ വെള്ളം അങ്ങനെ കുടിക്കാൻ തുടങ്ങി. വയദറു ലബനഹ അലാ സബിയ്യ കുട്ടിക്ക് മുല കൊടുക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഖാല ലഹുൽ മലഹൽ മലകു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ബഹുമാനം മഹദിയോട് പറഞ്ഞു, ലാ തഖാഫുല്ലയ, ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്കൊരു നഷ്ടബോധം വരുമെന്ന് പേടിക്കേണ്ടതേയില്ല. നിങ്ങൾ എന്നും ഇക്കാലത്ത് ഈ രൂപത്തിൽ ഇവിടെ ഉപേക്ഷിക്കപ്പെടുമെന്ന് വിചാരിക്കേണ്ട. ഫഇന്നഹാ ഹുനാ ബൈത്തുല്ലാഹ്, ഇവിടെ അള്ളാഹുവിന്റെ വീടുണ്ട്. യബ്നി ഹാദൽ ഗുലാമു വഅബൂഹു ഹാദൽ ബൈത്ത്, ഈ കുട്ടിയും ഈ കുട്ടിയുടെ ഉപ്പയും കൂടി കഅബാലയത്തെ പുതുക്കിപ്പണിയും എന്ന് മഹാനായ സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിവരം കൊടുത്തു. മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ, ഇന്നല്ലാഹ ലാ യുളയ്യിഉ അഹ്ലഹു, അല്ലാഹു തആല ആരെങ്കിലും അവനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളെ അല്ലാഹു തആല ഒരിക്കലും ഒഴിവാക്കുകയില്ല എന്നും സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹാജർ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. പേടിക്കണ്ട, ഇത് അല്ലാഹുവിന്റെ അതിഥികൾ ഇവിടെ വരും. അല്ലാഹുവിന്റെ അതിഥികൾക്ക് സമ്മാനം കൊടുക്കാനുള്ള വെള്ളമാണിതെന്ന് മഹാനായ സയ്യിദ്നാ ജിബ്രീൽ